ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ജിമെയിൽ എല്ലാം യൂസ് ചെയ്യുന്നവരാണ്. എന്നാൽ ഇങ്ങനെ ജിമെയിൽ അക്കൗണ്ട് എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു ID എല്ലാം ഹാക്ക് ആകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ജിമെയിലിൻ്റെ പാസ്വേഡ് എല്ലാം മാറ്റുക എന്നത്. അതായത് ഒരു 2 മാസം 3 മാസമെങ്കിലും കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സിൻ്റെ പാസ്വേഡ് എല്ലാം മാറ്റിയിരിക്കണം. പലപ്പോഴും നമ്മൾ ഇതുപോലെ കുറേ വർഷങ്ങളായി നമ്മുടെ ജിമെയിലിൻ്റെ പാസ്വേഡ് ഒന്നും മാറ്റിയിട്ടുണ്ടാകില്ല, അല്ലെങ്കിൽ ആ ഒരു പഴയതായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സമയത്തുള്ള പാസ്വേഡ് തന്നെയായിരിക്കും ഇപ്പോഴെല്ലാം യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ ഇത്തരത്തിൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ഒന്നും മാറ്റാതിരിക്കുന്നത് ഇത് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് എല്ലാം ഹാക്ക് ആകാനുള്ള സാധ്യത എല്ലാം കൂട്ടുകയാണ്. അതിനാൽ തന്നെ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മാറ്റാൻ സാധിക്കുക, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതുപോലെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനായി ഞാനിപ്പോൾ ഗൂഗിൾ പോയതിനു ശേഷം ചേഞ്ച് ജിമെയിൽ പാസ്വേഡ് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ ചേഞ്ച് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ജിമെയിൽ അഡ്രസ്സ് ഇപ്പോൾ മുകളിലായി വന്നിരിക്കുന്നത് കാണാം. ഇനി നമ്മുടെ നിലവിലുള്ള പാസ്വേഡ് ഇവിടെ ആദ്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നതിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ന്യൂ പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇനി നമ്മൾ പുതുതായി സെലക്ട് ചെയ്യുന്ന ഈ ഒരു പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇവിടെ ന്യൂ പാസ്വേഡ് എന്ന ഭാഗത്ത് പുതിയൊരു പാസ്വേഡ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കൺഫേം ന്യൂ പാസ്വേഡ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ വീണ്ടും റിപ്പീറ്റായി ഞാൻ ഈ ഒരു പാസ്വേഡ് ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ ചേഞ്ച് പാസ്വേഡ് എന്നതിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം യു വിൽ സ്റ്റേ സൈൻഡ് ഇൻ ടു ദോസ് ഡിവൈസ് ആഫ്റ്റർ ചേഞ്ചിങ് യുവർ പാസ്വേഡ്. അപ്പോൾ നമുക്ക് ഇവിടെ മറ്റു ഡിവൈസുകളിലെല്ലാം ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ റെഡ്മി നോട്ടിലും ഈ ഒരു ID തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിലും ഇപ്പോൾ സൈൻഡ് ആയി തന്നെ ഇരിക്കുമെന്നെല്ലാമാണ് ഇവിടെ കാണിക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ ചേഞ്ച് പാസ്വേഡ് എന്നതിൽ ഇനി നമുക്ക് ഇവിടെ ടാപ്പ് ചെയ്യാം. ഇപ്പോൾ കാണാം യുവർ പാസ്വേഡ് വാസ് ചേഞ്ച്ഡ്, പാസ്വേഡ് ചേഞ്ച്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് വളരെ ഈസിയായി നമ്മുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. 3 മാസം എല്ലാം കൂടുമ്പോഴെങ്കിലും നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എല്ലാം ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ഒരു വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്